ഒരു മില്ലേനിയൽ ആയിക്കൊണ്ട് തന്നെ പറയട്ടെ, ഞാൻ പല മില്ലേനിയൽസും ജെൻസീനെ ടോണ്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് അവരാരും റിയാലിറ്റിയിലല്ല ജീവിക്കുന്നത്, വെർച്വൽ വേൾഡിലാണ് ജീവിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ റിയാലിറ്റി ടച്ച് ചെയ്തിട്ടുള്ള ജനറേഷൻ എന്ന് പറയുന്നത് ജെൻസിയാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ വൈ. ഈ ഒരു കേസ് തന്നെ എടുക്കാം, ഒരു ജെൻസിയും ഒരു മില്ലേനിയലിൻ്റെയും വർക്ക് കൾച്ചർ തന്നെ എടുക്കാം. നമ്മളൊക്കെ എത്ര പേർക്ക് വെറുതെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തോ ഒരു വർക്ക് വരും, ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന മണി ഈസ് നോട്ട് എവറിത്തിങ്. നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏതോ ഒരു വലിയ പ്രൊജക്റ്റ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഔട്ട്കം അതിലൂടെ വരും. പക്ഷേ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം ആ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെൻ്റ് ആണ്. അവർ ഇന്നത്തെ വർക്കിനാണ് ഫോക്കസ് കൊടുക്കുന്നത്, ഇന്നത്തെ ഔട്ട്കമ്മിനാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത്. അതായത് ഇന്നത്തെ 10 രൂപയാണ് അവർക്ക് നാളത്തെ 100-നേക്കാൾ വില. നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ 10-നേക്കാൾ നാളത്തെ 100-ന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ആ 100 വരികയില്ല. അത് അവർക്കറിയാം നന്നായിട്ട്. ഈ കാൽപ്പനികതയിൽ ജീവിക്കുക എന്ന് പറയില്ലേ, ഇമാജിനേഷനിൽ, നമ്മളാണ് കൂടുതൽ അങ്ങനെ ജീവിച്ചിട്ടുള്ളത്. അതായത് എന്തൊക്കെയോ മണി ഈസ് നോട്ട് എവറിത്തിങ്. നമ്മൾ നമ്മുടെ എന്തൊക്കെയോ വേറെന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോ വലിയ ഔട്ട്കം വരുമില്ല. അന്നന്നത്തെ വർക്കിനെ അന്നന്നത്തെ റിസൾട്ട്സ് വരുള്ളൂ. ഔട്ട്കം നമ്മൾ ചെയ്യുന്ന വർക്കിനെ വരാൻ പോകുന്നുള്ളൂ. അല്ലാതെ മാജിക്കലി ഒന്നും പോസിബിൾ അല്ല. അത് ലക്ഷത്തിലൊന്നോ കോടിയിലൊന്നോ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും. ആർക്കും അവരൊരിക്കലും ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലാത്തൊരു സംഭവത്തിൽ പിടിച്ച് നിർത്തിക്കാൻ പറ്റില്ല. ദേ ആർ മോർ റിയലിസ്റ്റിക് ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ്. അതെനിക്കൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. പ്രായഭേദമന്യേ നമ്മൾ അവരുടെ ഇത്തരം നല്ല ക്വാളിറ്റീസ് നമ്മൾ പഠിക്കണം. ഇറ്റ് വിൽ ഹെൽപ്പ് അസ് എ ലോട്ട്. ഈ മണി ഈസ് നോട്ട് എവറിത്തിങ് എന്ന് പറയുന്ന സംഭവം ഒന്നും അവരുടെ അടുത്ത് പോയിട്ട് സെല് ചെയ്യാൻ പറ്റില്ല. ദേ വോണ്ട് ബൈ സച്ച് ബുൾഷിറ്റ്. അത് നമ്മൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ 90s early 2000s ജനിച്ച് വളർന്നവർ. അതായത് പൈസയല്ല എല്ലാം, പൈസയേക്കാൾ ഉപരി വേറെ എന്തൊക്കെയോ ഉണ്ട്. പൈസയും ഹാപ്പിനെസ്സും തമ്മിലൊരു ബന്ധമല്ല. മെറ്റീരിയലിസം ഹാസ് എ ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ഓൺ ഹാപ്പിനെസ്. അത് മാത്രമെന്നല്ല, പക്ഷെ നമ്മൾ അത് ചിന്തിച്ചേ ഇല്ല, അവരത് ചിന്തിച്ചു കൊടുക്കുന്നു. സോ അവരാണ് കുറച്ചും കൂടി റിയാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജനറേഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.